ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ലൈവിൽ കുറെ നേരം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇപ്പൊ ജാസ്മിനും ദിയാസനയും ഇല്ല, അവർ പോയി. അപ്പൊ ജാസ്മിൻ ആദിലയുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് കണ്ണടച്ച് മനസ്സിലാവും നീ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. നമ്മുടെ റിയാക്ഷൻ ആണ് ബാക്കിയുള്ളവരുടെ നിലനിൽപ്പ്. നിന്നെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം എല്ലാവരും ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കും. അത് റിയാക്ഷൻ ആണ്. അവര് പ്രതീക്ഷിക്കുമ്പോ നീ മിണ്ടാതെ നിൽക്കണം. ആ ഒരു റിയാക്ഷൻ അവർ പ്രതീക്ഷിക്കുമ്പോ നീ മിണ്ടാതെ നിൽക്കണം. അപ്പൊ നിന്റെ ഇവിടുത്തെ ലൈഫ് കൂടും. ആദിലെ ഉപദേശിക്കാൻ ഈ ലോകത്ത് തന്നെ ജാസ്മിൻ മൂസയേക്കാൾ നല്ലൊരു വ്യക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. അത്രയും കിടിലൻ ഒരു ഉപദേശമാണ് ജാസ്മിൻ ആദിലേക്ക് കൊടുത്തത്. ഈ പറഞ്ഞൊന്നുമല്ല, പ്രൈസ്ലെസ് ആയിട്ടുള്ള വിലമതിക്കാനാവാത്ത ഉപദേശമാണ് ആദിലേക്ക് കൊടുത്തത്. ജാസ്മിന്റെ ബിഗ് ബോസ് ജീവിതത്തിലെ പാളിച്ചകളെ പറ്റിയാണ് ജാസ്മിൻ സംസാരിച്ചത്, അല്ലാതെ വേറെ ഒന്നുമല്ല. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എങ്ങനെ ബിഗ് ബോസ് ഒരാളുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളത് ശരിക്കും മനസ്സിലായി. ബിഗ് ബോസ് ശരിക്കും ജാസ്മിന്റെ ലൈഫ് മാറ്റിമറിച്ചൊരു ഇത് തന്നെയാണ് കേട്ടോ. ദുബായിലെ ഏതൊരു കമ്പനിയിലൊക്കെ നല്ലൊരു ഡെസിഗ്നേഷനിലാണ് ജാസ്മിൻ ജോലി ചെയ്യുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പൊ ഈ ഒരു ഉപദേശം കേട്ടാൽ തന്നെ അത് നമുക്ക് മനസ്സിലാവും. ജാസ്മിൻ പിന്നെ അതിലോട് പറയുന്നുണ്ട്, നിനക്കിവിടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആകെ നിന്റെ നൂറയാണ്. നിനക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഫ്രണ്ട്ഷിപ്പുകൾ നീ അവോയ്ഡ് ചെയ്യുക. ഇതൊരു ഗെയിം ഷോ ആണ്. മെന്റൽ സ്റ്റാമിനയിൽ നീ ഫോക്കസ് ചെയ്യുക. ജാസ്മിൻ ക്വിറ്റ് ചെയ്ത് പോയ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എൻഡ് ഓഫ് ദി ഡേ ഇതൊരു സർവൈവൽ ഗെയിമാണ്. കൂട്ടത്തിലുള്ളവരെ മുഴുവൻ വെറുപ്പിച്ചാൽ പുറത്ത് നല്ലവനായിട്ടൊക്കെ തോന്നും. നീ ഇവിടെ ഫേസ് ചെയ്യുന്ന പോലത്തെ കലവില ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ബാക്കി ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിർത്തുന്നുണ്ടേ. സീസൺ 4 അത്രയും ഗംഭീരമാക്കിയത് ജാസ്മിനും പിന്നെ പുള്ളിയും തമ്മിലുള്ള റൈവൽറി തന്നെയാണ്. ജാസ്മിൻ ഇല്ലെങ്കിൽ ആ മനുഷ്യൻ ഇല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു കാര്യവും ജാസ്മിൻ പറയുന്നുണ്ട്. നിങ്ങൾ മുമ്പുള്ള സീസൺസ് ഒക്കെ കണ്ടതല്ലേ, അതുപോലൊക്കെ തന്നെ, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ജാസ്മിൻ അതിലേക്ക് കൊടുത്തിട്ടുള്ള ഹിന്റുകൾ. പിന്നീട് ഊഞ്ഞാലിലിരുന്നും ജാസ്മിൻ കുറെ ഹിന്റ്സ് ഇങ്ങനെ വാരി കോരി കൊടുക്കുന്നുണ്ട്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയെ പറ്റിയാണ് പറയുന്നത്. ഈ വീട്ടിലെ എല്ലാവരും കൂടി ഒരാളെ ഒറ്റപ്പെടുത്തിയാൽ ഇറ്റ് ഇസ് ബിക്കോസ് ദാറ്റ് പേഴ്സൺ ഇസ് റിയലി ഡപ്പ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് ജാസ്മിന്റെ ഒരു സിഗ്നേച്ചർ തെറിയാണ്, ഞാനത് പറയുന്നില്ല. സീസൺ 4 കണ്ടിട്ടുള്ളവർ അത് ഗസ്റ്റ് ചെയ്തെടുത്തോ. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. വാർണിംഗ് കൊടുത്ത് മടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു ബിഗ് ബോസിന് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. എന്തായാലും ജാസ്മിൻ മൂസ ആദിലയുടെയും നൂറയുടെയും ഗെയിമിനെ കുളം തോണ്ടുന്ന പോലത്തെ ഒരു അപ്രോച്ച് അല്ല സ്വീകരിച്ചത്. നല്ലൊരു അപ്രോച്ചാണ് ജാസ്മിൻ സ്വീകരിച്ചത്. കൈയടി അർഹിക്കുന്ന ഒരു ഇത് തന്നെയാണ് സ്വീകരിച്ചത് അപ്രോച്ച്. റിയാസ് സ്വീകരിച്ച ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു അപ്രോച്ചേ അല്ല. ജാസ്മിൻ മൂസ അവർക്കൊരു റിയാലിറ്റി ചെക്കാണ് കൊടുത്തത്, അല്ലാതെ വെറുതെ വോക്ക് കയറ്റി നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യണം, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കണം, വാദോരാതെ എന്റർടൈൻ ചെയ്യണം, അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. പച്ചയായ സത്യങ്ങളാണ് വിളിച്ചു തുറന്നു പറഞ്ഞത്. മുഖത്ത് നോക്കി സത്യങ്ങൾ തുപ്പി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു. ഓഡിയൻസ് ഗെയിം കളിച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ നിൽക്കാം, അല്ലാതെ നെഗറ്റീവ് കളി വല്ല കളിച്ചാൽ മക്കളെ ഞാൻ പോയ പോലെ നിങ്ങളും പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് ജാസ്മിൻ പറഞ്ഞത്. അപ്പോൾ റിയാലിറ്റി ചെക്കാണ് കൊടുത്തത്. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിൻ ലൈവിൽ പറഞ്ഞതാണ്. ഇത് റെക്കോർഡിങ്ങിലാണ് ഞാൻ കണ്ടത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും